ഫ്രണ്ട്സ്, ബിവി സ്പെഷ്യലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. 2 മാസം ഞാൻ വീഡിയോസ് ഒന്നും ഇട്ടിട്ടില്ല, കുറച്ച് പ്രോബ്ലംസ് ഒക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ്. അപ്പോൾ ഇന്ന് വളരെ ഈസി ആയിട്ടുള്ള ഒരു ഫ്രൈഡ് റൈസാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ കുഞ്ഞു മക്കൾക്ക് സ്കൂളിൽ ലഞ്ച് ബോക്സിൽ കൊടുക്കാനും അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും ഒരു ഫംഗ്ഷനൊക്കെ ഉണ്ടാകുമ്പോൾ ഗസ്റ്റൊക്കെ വരുമ്പോൾ വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന, അധികം സമയമൊന്നും എടുക്കാത്ത ഒരു എഗ് ഫ്രൈഡ് റൈസ് ആണ്. എഗ്ഗ് നിങ്ങൾക്ക് അതിൻ്റെ കൂടെ ചിക്കൻ അത് മാറ്റി എഗ്ഗ് മാറ്റി ചിക്കനൊക്കെ റീപ്ലേസ് ചെയ്ത് നിങ്ങൾക്ക് ഉണ്ടാക്കാം. വളരെ ഈസി ആയിട്ടും അതുപോലെ തന്നെ നമുക്ക് കുറച്ച് സമയം മാത്രമേ ഉള്ളെങ്കിലൊക്കെ തട്ടിക്കൂട്ടിയിട്ട് വേഗം തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു നല്ല ഫ്രൈഡ് റൈസ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അതിന് മുന്നേ നമ്മൾ ഫോളോ ചെയ്തവരും നമ്മളെ സപ്പോർട്ട് ചെയ്ത എല്ലാവരും ഇനിയും നമ്മളെ കൂടെ സപ്പോർട്ടായിട്ട് ഉണ്ടായിരിക്കണം. കാരണം ഞാൻ വീഡിയോസ് ഒന്നും ഇടാത്ത കാരണം ഞാനൊരു ഷോർട്ട് വീഡിയോ ഇട്ടപ്പോൾ തന്നെ വളരെ വ്യൂസൊക്കെ കുറഞ്ഞിട്ടാണ് കാണുന്നത്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ഇനിയും കൂടെ തന്നെ ഉണ്ടാവണം. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ ഫ്രൈഡ് റൈസിന് ആവശ്യമായിട്ടുള്ള ബസ്മതി റൈസ് ഞാനിവിടെ കുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. 1 കപ്പ് റൈസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെജിറ്റബിൾസാണ് ഞാൻ അരിയുന്നത്. ആദ്യം നമുക്ക് ബീൻസ് അരിഞ്ഞെടുക്കാം. അതൊരു 5-8 എടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ ക്യാബേജ് നേരിയതായിട്ട് അരിഞ്ഞെടുക്കുക. അധികം വലുതാക്കി എടുക്കണ്ട, നേരിയതായിട്ട് സ്ലൈസ് ചെയ്യുക. നെക്സ്റ്റ് നമുക്ക് സ്പ്രിംഗ് ഓനിയൻ അരിഞ്ഞെടുക്കാം. അതും ചെറിയ സ്ലൈസ് ആയിട്ട് എടുക്കുക. അതും ഞാനൊരു 3-4 തണ്ട് എടുത്തിട്ടുണ്ട്. അത് കുറച്ച് കൂടുതൽ ഇടുന്നതാണ് ഫ്രൈഡ് റൈസിന് ടേസ്റ്റ് ഉണ്ടാകുക, അതുകൊണ്ട്. പിന്നെ നമുക്ക് ഒരു ക്യാരറ്റ് മാത്രമേ എടുത്തിട്ടുള്ളൂ. 1 കപ്പ് അരിയല്ലേ ഉള്ളൂ. അപ്പോൾ ചെറുതായിട്ട് ക്യാരറ്റും അരിഞ്ഞെടുക്കുക. അപ്പം നമ്മൾ അരിഞ്ഞെടുത്തിട്ടുള്ള ബീൻസ്, ക്യാരറ്റ്, ക്യാബേജ് അതുപോലെ തന്നെ സ്പ്രിംഗ് ഒനിയൻ ഇതൊക്കെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് എഗ്ഗ് സ്ക്രാമ്പിൾ ചെയ്തെടുക്കുന്നതാണ്. അതിനായിട്ട് ഞാൻ ഒരു 4 മുട്ട എടുത്തിട്ടുണ്ട്. പാന് ചൂടാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 4 മുട്ട ഞാൻ പൊട്ടിച്ചൊഴിച്ചു. ഇനി അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. അതുപോലെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത്രയും ചെയ്തതിന് ശേഷം നന്നായിട്ട് സ്ക്രാമ്പിൾ ചെയ്തെടുക്കുക. കൂടുതൽ ഡ്രൈ ആക്കി എടുക്കണ്ട, കുറച്ചൊരു നനവ് എഗ്ഗിന് നല്ലതാണ്. കാരണം നമ്മൾ റൈസിൻ്റെ കൂടെ മിക്സ് ചെയ്യുമ്പോൾ പിന്നെ എഗ്ഗ് നന്നായിട്ട് ഡ്രൈ ആയി പോകും, ടേസ്റ്റ് കുറഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് ഒരു ഹാഫ് ഇതിൽ നമ്മൾ അതിനെ മാറ്റി വെക്കണം. നെക്സ്റ്റ് നമ്മൾ റൈസിൻ്റെ പ്രിപ്പറേഷനിലേക്ക് കടക്കാം. അപ്പോൾ റൈസ് ഞാൻ നേരത്തെ വേവിച്ച് വെച്ചു എന്ന് പറഞ്ഞു. ഇനി വെജിറ്റബിൾസ് എല്ലാം വേവിച്ചെടുക്കണം ആദ്യം. അപ്പോൾ നമ്മൾ ജിഞ്ചർ ഗാർലിക് ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. അതൊന്ന് എണ്ണയിൽ നിന്ന് വാടി വരുമ്പോഴത്തേക്കും നമുക്ക് ബാക്കിയുള്ള വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കാം. ആദ്യം ബീൻസ് ഇട്ട് കൊടുക്കാം. ഞാൻ ഇതിൽ ഗ്രീൻ ചില്ലി കൂടുതൽ അങ്ങനെ ഉപയോഗിക്കുന്നില്ല, പെപ്പർ തന്നെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ബീൻസ് ഒന്ന് സോട്ട് ചെയ്തെടുക്കുമ്പോഴത്തേക്കും അടുത്തത് നമ്മൾ ക്യാരറ്റ് ഇട്ട് കൊടുക്കുക. ചെറുതായി അരിഞ്ഞു വെച്ച ക്യാരറ്റും ഇട്ട് അതും ഒന്ന് സോട്ട് ചെയ്തെടുക്കുക. ഇനി നെക്സ്റ്റ് നമുക്ക് ക്യാബേജ് ചേർത്ത് കൊടുക്കാം. ക്യാബേജിനൊക്കെ വളരെ വേവ് കുറവേ ഉള്ളൂ, അതുകൊണ്ട് അധികം വേവിച്ചെടുക്കണ്ട, ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ എത്ര വെജിറ്റബിൾസ് ആണോ എടുത്തത് അതിൻ്റെ കണക്ക് നമുക്കറിയാലോ എത്ര വേണം. പിന്നെ അതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ വേറെ എരിവൊന്നും ഞാനിതിൽ ചേർക്കുന്നില്ല. നല്ലവണ്ണം എരിവ് വേണ്ടവർക്ക് പച്ചമുളകൊക്കെ ഇട്ട് കൊടുക്കാം കൂടുതൽ, അല്ലെങ്കിൽ പെപ്പർ തന്നെ കൂടുതൽ ഇട്ട് കൊടുക്കാം. അത് നമുക്ക് റൈസ് ഇട്ടതിന് ശേഷം നെക്സ്റ്റ് ഇട്ടാൽ മതി, ഇതിൻ്റെ കൂടെ കൂടുതൽ ഇടണ്ട. അപ്പോൾ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന റൈസും കൂടി ഇതിൽ മിക്സ് ചെയ്ത് എടുക്കുക. അപ്പോൾ നമ്മളിപ്പോൾ റൈസ് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു 2 ടേബിൾ സ്പൂൺ ലൈറ്റായിട്ടുള്ള സോയാ സോസ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും ചേർത്ത് സ്പ്രിംഗ് ഒനിയനും കൂടെ ഇട്ടിട്ട് നമുക്ക് ഈ റൈസും വെജിറ്റബിൾസും നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കി എടുക്കണം. രണ്ടും കൂടി ചേർത്തെടുക്കുക. അപ്പോൾ ചിലപ്പോൾ അരി നന്നായിട്ട് വേവൊക്കെ ഉള്ളവരാണെങ്കിൽ നമ്മൾ ഈ തവി കൊണ്ട് ഇങ്ങനെ ഇളക്കുന്നതിന് പകരം നമുക്ക് പാത്രം ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. അല്ലെങ്കിൽ 2 തവി വെച്ചിട്ട് ഒന്ന്
റൈസിനെ ഇളക്കിയെടുത്താൽ മതി. കൂടുതൽ നമ്മൾ റൈസിനെ ഇട്ട് കുഴച്ചെടുക്കരുത്. അപ്പോൾ നമ്മളെല്ലാം മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ലാസ്റ്റ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ സ്ക്രാമ്പിൾ ചെയ്ത് വെച്ച എഗ്ഗാണ്. പെപ്പറൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നോക്കിയിട്ട് വേണമെങ്കിൽ മാത്രമേ ഇനി നമ്മൾ എരിവ് ചേർത്ത് കൊടുക്കേണ്ടതുള്ളൂ. ഇപ്പോൾ എനിക്ക് ഇത് പാകമാണ്. ഇവിടെ കുട്ടികൾക്കൊക്കെ അധികം എരിവ് വേണ്ട. അപ്പോൾ നമ്മൾ ഈസി ആയിട്ടുള്ള ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ കുട്ടികൾക്ക് സ്കൂളിൽ കൊടുത്തു വിടാനും അതുപോലെ ഒരു ഗസ്റ്റൊക്കെ വരുമ്പോൾ ഈ എഗ്ഗിന് പകരം നമ്മൾ ചിക്കൻ ഒന്ന് വേവിച്ചിട്ട് ഇതിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഫ്രൈഡ് റൈസ് ഇവിടെ റെഡിയായി. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടല്ലോ. ഇപ്പോൾ റെസിപ്പീസ് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നത്. മക്കൾക്കൊക്കെ ഈസി ആയിട്ട് ലഞ്ച് ബോക്സിൽ കൊടുക്കാൻ പറ്റുന്ന റെസിപ്പി അല്ലേ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവരും സപ്പോർട്ട് കൂടെ ഉണ്ടാകുക. ഓക്കെ, ബൈ, താങ്ക് യു.